ومن أخلاقهم رضي الله تعالى عنهم മഹാരഥന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ മറ്റൊന്ന് അൽ ഇത്തിആദു ബിമാ യറൗനഹു ലിബഅദിഹിം ഫിൽ മനാമി. സ്വപ്നത്തിൽ മരിച്ചുപോയ ചില ആളുകളെ ജീവിച്ചിരിക്കുന്ന സ്വപ്നം കാണാറുണ്ട്. അത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ അവർ നിസ്സാരമായി അത് തള്ളാറില്ല. അത് പാഠം ഉൾക്കൊള്ളുകയാണ് അവർ ചെയ്യാറ്. ആ സ്വപ്നത്തിൽ രഹസ്യമുണ്ട്. ഇതവർ മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങൾ നന്നാക്കാറുണ്ട്. അല്ലെങ്കിൽ ഔ യറ ലഹും, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, അവരെ കാണും. അല്ലെങ്കിൽ ഔ യുറ ലഹും, അല്ലെങ്കിൽ ഇവരെ കാണും. മറ്റുള്ളവരുടെ ഇവരെ തന്നെ കാണും. ഇവരെ മറ്റുള്ളവർ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഏത് രൂപത്തിൽ കണ്ടാലും അതിനൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളുന്ന പണി അവർക്കുണ്ട്. പിന്നെ വഅദ്മു ഖൗലിഹിം ഹാദിഹി അൽവാസു അഹ്ലാമിൻ, ഇതൊക്കെ പിഴക്കിനാവുകളാണ്, വെറൊരു സ്വപ്നങ്ങളാണ് എന്ന് പറഞ്ഞ് അവർ തള്ളാറില്ല. ആ വാക്ക് പറയാറില്ല. കമാ അലൈഹി ബഅദുൽ മുതസവ്വിഫത്തി ഫീ അഹ്ലി ഹാദിസ് സമാൻ, ഈ കാലഘട്ടത്തിലുള്ള ചില സൂഫിയാക്കൾ അങ്ങനെ പറയാറുണ്ട്. പൊയ്ക്കിനാവുകളാണ്, ഫലമില്ലാത്തതാണെന്ന് പറയാറുണ്ട്. പല യൽതബിത്തൂന ലിമിസ്ലി ദാലിക, അത്തരം സ്വപ്നങ്ങളിലേക്കൊന്നും അവർ പാഠം ഉൾക്കൊള്ളുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാറുമില്ല. വറുബ്ബമാ യഖൂലു ബഅദുഹും, ചില ആളുകൾ പറയും ചിലപ്പോൾ, ഇന്നൽ മനാമ ഇന്നമാ ഹുവ ലിറാഇ ലാ ലിൽ മർഇ ലഹു, സ്വപ്നം കണ്ടത് ആരാണോ അവർക്കാണ് അതിന്റെ ഗുണം, കാണപ്പെട്ടത് ആരെയാണോ അവർക്കല്ല എന്നും പറയാറുണ്ട്. എന്നാൽ വദാലിക്കൽ ജഹിൽ, അത് ഒരു വിവരക്കേടിൽപ്പെട്ടതാണ്. അങ്ങനല്ല അതുള്ളത്. ആർക്ക് വേണ്ടി കാണുന്നതിനടുത്ത് അവിടെയല്ല, പിന്നെ ആര് കണ്ടോൽക്കാണ് അതിന്റെ ഗുണം. അങ്ങനെയല്ല. ഫഇന്ന റുഇയ വഹിയുൽ മുഅ്മിനി, കാരണം എന്താ അങ്ങനെയാണെന്ന് പറയാൻ കാരണം, സ്വപ്നം എന്ന് പറഞ്ഞാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഹിയാണ്, വഹിന്റെ അംശമാണ്. യഅ്തീഹി ബിഹ, ആ സ്വപ്നവുമായിട്ട് മലക്കുൽ ഇൽഹാമി, ഇൽഹാമ് ഇങ്ങനെ കാര്യം തോന്നിപ്പിച്ചു കൊടുക്കുന്ന മലക്കുണ്ട്. ആ മലക്ക് ഇയാൾക്ക് വരും. ഫിൽ മനാമി, സ്വപ്നത്തിലൂടെ വന്നിട്ട് ഇട്ടുകൊടുക്കും. ഉണർവിൽ അവന്റെ അവസ്ഥയിൽ തിരിയാത്ത പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉറക്കിലൂടെ ഇയാൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അയാൾ തിരിയാത്ത കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടും അറിയിക്കാൻ വേണ്ടിയിട്ടും മലക്ക് വന്ന് ഇൽഹാം ഇട്ട് കൊടുക്കും. വഖദ് ബയ്യൻതു ഫീ ഗൈരി ഹാദൽ കിതാബി, നമ്മൾ ഈ തൻബീഹുൽ മുഖ്തരീൻ എന്ന പറഞ്ഞ കിതാബ് അല്ലാത്ത വേറെ കിതാബുണ്ട്, അവിടെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമലി ബിദാലിക, അതുകൊണ്ടുള്ള എന്റെ കർമ്മം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മിൻ ഹൈസു തജ്രിബത്തി, അത് എന്താന്ന് വെച്ചാല് പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. ഫയുനബ്ബിഹിനില്ലാഹു തആല ബിദാലിക, അത്തരം കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു എന്നെ ഉണർത്തുന്നു. അല സൂറത്തി മാ വഖഅതി ഫീഹി മിൻ നഖായിസി, ന്യൂനതകൾ ചുരുക്കങ്ങൾ സംഭവിക്കുന്ന ഒരു രൂപം, അതിന്റെ മേലിലൂടെ അത്തരം കാര്യങ്ങൾ കൊണ്ട് അള്ളാഹ് എന്നെ ഉണർത്തിയിട്ടുണ്ട്. മിൻ ഹൈസു ലാ അശ്ഉറു, ഞാൻ അറിയാത്ത ഭാഗത്തിൽ കൂടെ. അമ്മാ മാ അശ്ഉറു ബിഹി, അപ്പൊ ഞാൻ അറിയുന്ന കാര്യമാണ് എങ്കിൽ ഫലാ ഇഹ്താജു ഫീഹി ഇലാ മനാമിൻ, അത്തരം ഒരു കാര്യത്തിൽ സ്വപ്നം കാണുക എന്നതിലേക്ക് എനിക്ക് ആവശ്യമില്ല. ബൽ അഖ്തഫി ബിഹി, ഞാൻ അതുകൊണ്ട് മതിയാക്കും. അങ്ങനെയാണ് ബിനഹി ശാരി റളിയല്ലാഹു അൻഹു, ശാരി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ നബി, ആ നബി കൊണ്ട് ഞാൻ മതിയാക്കലാണ്. വമാ തവഅദനി അലാ ദാലിക നഖസി മിനൽ ഉഖബ, അത്തരം ന്യൂനതയുടെ മേലിൽ ശിക്ഷയാൽ എന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യം എന്തൊക്കെയുണ്ടോ അത്തരം കാര്യങ്ങളെ കൊണ്ടും ഞാൻ മതിയാക്കും. അപ്പൊ ചുരുക്കത്തിൽ സ്വപ്നം പാഠമാണ്. ആ പാഠമായിരിക്കുന്ന സ്വപ്നത്തിൽ പഠിക്കാൻ പലതുമുണ്ട്. അത് വെറുതെ തള്ളിവിടാൻ പാടില്ല. നോക്കാം. വഖദ് കാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, റഅയ്തു മുസ്ലിമ ബിൻ യസ റഹിമഹുല്ലാഹു തആല ഫിൽ മനാമി ബഅദ മൗതിഹി, മുസ്ലിം എന്നവർ വഫാത്തായി, അതിന്റെ ശേഷം മൂപ്പരെ സ്വപ്നത്തിൽ കണ്ടു. ആരെ? മാലിക് ബിൻ ദീനാർ തങ്ങൾ കണ്ടു. രണ്ടാം സ്വാലിഹ്യങ്ങളാണല്ലോ.
ഫഖുൽതു മാ ഫഅല ബിക. അപ്പൊ ഞാൻ ചോദിച്ചു, മുസ്ലിമേ, നിങ്ങളപ്പോ അള്ളാഹ് എന്തേ ചെയ്തത് ചോദിച്ചു. ഫഖാല ലി, അപ്പോൾ സ്വപ്നത്തിലൂടെ ആ മുസ്ലിം എന്നവർ എന്നോട് പറയാ, വല്ലാഹി ലഖദ് റഅയ്തു അഹ്വാനം വസിൽസാലൻ ശദീദ. വളരെയധികം കഠോരമായിരിക്കുന്ന പ്രകമ്പനങ്ങളും ഉൽക്കങ്ങളും ഭീകരാവസ്ഥയും ഞാൻ കണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ കിട്ടിയത്. ഇതൊരു പാഠമാണ്. വക്കാന ഇബ്രാഹിം ഉത്തീനിയു റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, റഅയ്തു മൂസ ബിൻ മഹ്റാൻ എന്നവരെ ഞാൻ കണ്ടു ഫിൽ മനാമി, സ്വപ്നത്തിൽ ബഅദ മൗതിഹി, മരിച്ച ശേഷം. എന്താണ്? ഫഖുൽതു ലഹു, അങ്ങനെ മൂസ എന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ആര്? ഇബ്രാഹിം എന്നവര് പറയാ, മാ ഫഅല അല്ലാഹു ബിക, എന്താ നിങ്ങൾ അല്ലാഹു തആല നിങ്ങളെ കാട്ടിയെന്ന് ചോദിച്ചു, എന്തൊക്കെ തന്നു ചോദിച്ചു. ഫഖാല, അപ്പോൾ മൂസ ബിൻ മഹ്റാൻ പറയുകയാണ്, ഇന്നി ഉഹാസബു മുൻദു മിത്തു അലാ അക്ലി മിൻ തുആമിൽ ഉമറാ, ഭരണകർത്താക്കളുമായുള്ള ഭക്ഷണം അതിൽ നിന്ന് ഞാൻ സ്വല്പം കഴിച്ചു പോയി. ആ ഒരു കഴിച്ചതിന്റെ മേലിൽ മരണം മുതൽ ഇന്നേ വരെയും ഹിസാബ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുണ്ട്. അപ്പൊ നിസ്സാരമായ എന്തുണ്ടെങ്കിലും അതിനേക്കാൾ സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇതെല്ലാം മരിച്ചു ചെന്നാൽ കിട്ടുമെന്ന് മനസ്സിലാക്കാം. ഇതാണ് പാഠം. അപ്പൊ കാലമാകും ചില ആൾക്കാർ പറയുന്ന റായത്തുൽ ഹസന ബിൻ ദക്വാൻ, ഹസൻ എന്നവരെ വിൽ മനാമി, സ്വപ്നത്തിനും കണ്ടു, ബഅദ മൗതിഹി, മരിച്ച ശേഷം, ബിസനത്തിൽ, ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടു, റഹിമഹുല്ലാഹു തആല. ഫഖുൽതു ലഹു, അപ്പൊ ഈ ബഅദ് പറയാണ്, ഹസൻ എന്നോട് ഞാൻ ചോദിച്ചു, മാ ഫഅല അല്ലാഹു ബിക, എന്താ നിങ്ങളെ കൊണ്ട് അല്ലാഹ് ചെയ്തെന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഹസൻ എന്നവർ പറയുകയാണ്, അന മഅബൂസും മിൻ ജിഹത്തി ഇബ്റത്തിൻ ഇസ്തഅറതുഹാ വലം അറുദ്ദഹാ, ഞാനൊരു സൂചി വായ്പ വാങ്ങിയിരുന്നു. ആ വായ്പ വാങ്ങിയ സൂചന തിരിച്ചു കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതിരിക്കെ ഞാൻ മരിച്ചു. ഇപ്പൊ അതിന്റെ പേരിൽ എന്നെ തടയപ്പെട്ടിരിക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അപ്പൊ അതിന്റെ പേരിൽ കുടുങ്ങി നിൽക്കുകയാണ്. നിസ്സാര കാര്യമാണ് ഇപ്പത്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യം അവിടെയുണ്ട്. നഅൂദുബില്ല, അല്ലാഹ് കാത്തു രക്ഷിച്ചിട്ടുണ്ട്. ഇത് സ്വപ്നത്തിലൂടെ പാഠമാണ്. അത് സ്വയം പഠിക്കാനുള്ള ഒന്നാണ്, മറ്റുള്ളവർ പറഞ്ഞെടുത്ത് പഠിപ്പിക്കാനുള്ള കാര്യമല്ല ഇപ്പൊ പറഞ്ഞത്. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ അഖി അയ്യുൽ ഖുബൂരി അക്സറു ഇളാഅതൻ, അപ്പൊ ഏത് ഖബറുകളാണ് പ്രകാശത്താൽ അധികമുള്ളതെന്ന് ഞാൻ ചോദിച്ചു നോക്കി. ഖാല, അപ്പോൾ ഹസൻ എന്നവർ പറയുകയാണ്, ഖുബൂർ അഹ്ലിൽ മസാഇബി ദുനിയ, ദുനിയാവിൽ സുഖിക്കാതെ വിഷമങ്ങൾ സഹിച്ച് ജീവിച്ച ക്ഷമിച്ച ആൾക്കാരുണ്ട്, അവരുടെ ഖബറുകളാണ് നല്ല തെളിച്ചമുള്ളത്. കാരണം ദുനിയാവ് അങ്ങനെയാണ്. ആ ദുനിയാവ് ഒരു മായാവലയും ജയിലറയുമാണെന്ന് മനസ്സിലാക്കി അതിലൂടെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ സഹിച്ച് ജീവിച്ചു. അപ്പൊ അതിന്റെ ഫലം ഇങ്ങനെ ഓൽക്കാണ് ആ ഖബർ പ്രകാശിക്കുന്നത് പറഞ്ഞത്. വക്കാല അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, റുബ്ബമാ യറാ ബഅദുഹും റുഅ്യസ്സൂ, ദുഷിച്ചതായിരിക്കുന്ന സ്വപ്നം ചില ആൾക്കാർ കാണാറുണ്ട് ചിലപ്പോ. ലിർറജുലി സ്വാലിഹി, സ്വാലിഹായ ഒരാളാണ് മരിച്ചു പോയത്, അയാൾക്ക് തന്നെ ദുഷിച്ചതായിരിക്കുന്ന, അയാൾ അനുഭവിക്കുന്ന ദുഷിച്ചതായിരിക്കുന്ന സ്വപ്നം ചിലപ്പോൾ കണ്ടേക്കാം. ഇവിടെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് നല്ല മനുഷ്യനായി മരിച്ചു പോയി, ഇപ്പൊ അയാളുടെ സ്വപ്നത്തിൽ കാണും ഭയങ്കര മോശമായ രീതിയിലാണല്ലോ. ഇങ്ങനെ കാണാം. ഇങ്ങനെ കാണുമ്പോൾ ഈ യസ്ദാദ ബിഹ നശാതൻ, ഇതുകൊണ്ട് ഈ സ്വപ്നം കൊണ്ട് ഈ കണ്ട ആളെന്താ ഒരു ഉന്മേഷവും ഉഷാറൊക്കെ കൂടുതലാവണം. അതിനു വേണ്ടിയിട്ടാണ് കാണുന്നത്. അപ്പൊ അവർക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഇപ്പൊ എന്താന്ന് മനസ്സിലാക്കിയെടുക്കുക. അത് നന്നാവുന്നൊരു മാർഗമാണ്, ഈമാൻ കൂടാനുള്ളൊരു മാർഗമാണ്. ഉഷാറും ഉന്മേഷം കിട്ടും എന്നൊക്കെ പറഞ്ഞു. തിരിച്ചിങ്ങോട്ടുണ്ട്. ദുഷിച്ചതായിരിക്കുന്ന ഒരാൾ മരിച്ചുപോയി, മോശക്കാരൻ ഒരാൾ മരിച്ചു, ജനങ്ങളിടയിലട്ടോ, ദുനിയാവിൽ ജനങ്ങൾക്കിടയിൽ മോശക്കാരൻ അത് മരിച്ചു പോയപ്പോ കണ്ടത് നല്ല നല്ല രൂപത്തിലുള്ള സ്വപ്നം കണ്ടത്, നല്ല സുഖമൊക്കെ കാണുന്നുണ്ട്. അതെന്തിനാ കാണുന്നു ചോദിച്ചാൽ യസ്ദാദു ബിഹ റാജൻ, അങ്ങനെ അല്ലാഹു തആല ചൂണ്ടയിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സുഖം തന്ന് അവസാനം പിടുത്തുണ്ടാവും, അത് മനസ്സിലാക്കാനാണ്. അപ്പൊ ഈ ഘട്ടങ്ങളിലൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക ജീവിതം. കമാ ഖാല ബഅദുഹും റബീ ഇബ്നു ഖൈസം, റബീ ഇബ്നു ഖൈസം തങ്ങളോട് ചില ആൾക്കാർ ചോദിച്ചു അത്രേ, ഇന്നി റഅയ്തുക ഫിൽ മനാമി, റബീ എന്നവരെ നിങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടല്ലോ, കഅന്നക മിൻ അഹ്ലിൻ നാർ, എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ താങ്കൾ നരകത്തിൽ കിടക്കുന്ന പോലെ നമ്മൾ കാണുന്നത്. നല്ല മനുഷ്യനാണ്, പക്ഷെ കാണുന്ന രംഗമൊക്കെ നരകത്തിന്റെ രൂപത്തിലാണ്, നിങ്ങൾ നരകത്തിലായിട്ടുള്ള കാണുന്നത് എന്ന് പറഞ്ഞു.
കാല ഇത് പറഞ്ഞപ്പോ അന്ന് റബി മരിച്ചിട്ടില്ല. റബി തങ്ങൾ പറയാണ്, അല്ല ഈ കഥ പറയുന്ന ആൾ ഇത് കണ്ടാൾ പറയാണ്, നിരുപാധികം മഹാനവറുകൾ പിന്നെ രാത്രി ഉറങ്ങാറില്ല ഇത് കണ്ട ശേഷം, ഇത് പറഞ്ഞ ശേഷമായി. മഹാൻ പറയുന്നു, ഖൗഫുന്നാരി നരകത്തെ കുറിച്ചുള്ള ഭയം, കതുമൻ അനിന്നോമ എന്റെ ഉറക്കിനെ അത് തടഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതായിരുന്നു ആ സ്വപ്നത്തിന്റെയൊക്കെ സാക്ഷാത്കാരം. പാഠം അത് തള്ളുകയല്ലായിരുന്നു പണിയിൽ, പാഠമുണ്ട് അതിലേക്ക് നടത്താം. അല എന്നോട് ഒരാൾ പറയാണ്, ഇന്നീ ഖദർ ആയത്തുക്കൽ ഭാര്യത്ത, ഇന്നലെ രാത്രി നിങ്ങളെ ഞാൻ കണ്ടു. ജന്നത്ത് സ്വർഗത്തിൽ നിങ്ങൾ കൈവീശിയാൻ നടക്കുകയാണ്, അത് ഞാൻ കണ്ടത്. അപ്പോ അല എന്നവർ പറയാണ്, ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, പറഞ്ഞു, അമാ വജദ ഇബ്ലീസു അഹദൻ യസ്ഖറു ബി ഗൈരി, ഞാനല്ലാതെ പരിഹസിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ വേറെ ഒരാൾ ഇബ്ലീസിന് കിട്ടിയില്ല. ഇത് പരിഹാസമാണ് മനസ്സിലാക്കിയത്. വലാ അഹദൻ അഹ്ഖറ ബി ഐനിഹി മിൻക, നിന്നേക്കാൾ അവന്റെ കണ്ണിൽ നിസാരമായ ഒരാൾ വേറെ ഇല്ലേ. അത്താ യജ്അലക റസൂലഹു, അവൻ നിന്നെ ദൂതനാക്കുക, അവന്റെ ദൂതനാക്കുക. ഇങ്ങനെ ആക്കാൻ വേണ്ടി നിന്നേക്കാൾ മോശമായ ഒരാളെ, നിസ്സാരമായ ഒരാൾ അവന്റെ കണ്ണിലില്ലേ എന്നാണ് അല എന്നവര് അയാളോട് മറുപടി പറഞ്ഞത്. മനസ്സിലായേ? അപ്പൊ അതിന് നല്ലൊരു പാഠമുണ്ട്. അലാഹിനോട് വന്ന് പറഞ്ഞു, സ്വർഗത്തില് ഇങ്ങനെ കൈവീശി നടക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ കൊടുത്ത മറുപടി ഇപ്പൊ എന്താണ്? ഇബ്ലീസിനെ വേറെ ഒരാളും കേട്ടില്ല പരിഹസിക്കുന്നത്, ഇബ്ലീസിന്റെ വാദത്തിന്റെ പണിയാണ് എന്ന് പറഞ്ഞു. വക്കാന ഫർഖദു സഞ്ചി റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഖതറ ഫീ നഫ്സി മറത്തൻ, ഒരു പ്രാവശ്യം എന്റെ മനസ്സിൽ ഉദിച്ചുപോയി, എന്ത്, അന്നീ ഖദ് സിർതു മിനസ് സ്വാബിരീൻ, ഞാൻ നല്ലോണം ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടവനായി എന്ന് എന്റെ മനസ്സിൽ ഉദിച്ചു. ആ ഉദിച്ചുകാലം ഞാൻ രാത്രി കിടന്നുറങ്ങാണ്. പറയാത്തുതിൽക്കല്ലയില, അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഞാൻ കണ്ടു, കായലിൽ ഒരാൾ ഇങ്ങനെ പറയായ പോലും എന്നോട് പറയുന്നുണ്ട്, ലാതക്കും മിനസ് സ്വാബിരീൻ, നീ എന്തായിട്ടില്ല, ക്ഷമിക്കുന്ന കൂട്ടത്തിലായിട്ടില്ല. ഏതുവരെ? അത്താതസ്തഖില്ലാഹിക, നിന്റെ ദൃഷ്ടിയിൽ നീ ചെയ്ത കർമ്മങ്ങൾ വളരെ തുച്ഛമാണെന്ന് കരുതണം, വളരെ കുറച്ചതിന് ചെയ്തതെന്ന് കരുതണം. വതഖാഫ അലൈക മിനർ റദ്ദി വൽ ഫസാദ്, നീ ചെയ്ത ആ കർമ്മങ്ങൾ അത് തിരിച്ചു വിടുമോ ഫസാദാകുമോ എന്നൊരു ഭയം നിനക്ക് വേണം. ആ ഭയവും നിന്റെ ചെയ്ത അമലുകൾ കുറവാണ് എന്നും നീ അറിയണം. അങ്ങനെ വരുമ്പോഴേ ക്ഷമയുള്ള കൂട്ടത്തിലാകൂ, അല്ലാത്ത കാലത്തോ നീ ആകൂല എന്നാണ് അവിടുന്ന് കൊടുത്ത മറുപടി. കണ്ടോ, ഇതും ഒരു സ്വപ്നമാണ്. വഖാല ഹൗശബ് ലി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല, ഹൗശബ് എന്ന ഒരു മാലിക് ബിൻ തങ്ങളോട് പറഞ്ഞു, റഅയ്തു, ഞാൻ കാണുന്നു, ഏതുപോലെ, കഅന്ന ഖായിൻ മിൻ ജിഹത്തിസ് സമായി, ആകാശലോകത്തിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുന്നവരാണ്. യഖൂൽ, പറയാണ്, യാ അഹ്ലൽ അർളി അർറഹീൽ അർറഹീൽ, ഏ ഭൂമി താമസിക്കുന്നവരെ യാത്ര ഓർത്തോളി, യാത്ര 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. ഫമാ റഅയ്തു അഹദൻ റഹല, ഒരു യാത്ര ചെയ്യുന്ന ഒരാളായി ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ മുഹമ്മദ് ബിൻ വാസി, മുഹമ്മദ് ബിൻ വാസി തങ്ങളെ അല്ലാതെ ഒരാളും യാത്ര ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഭൂമി വസിക്കുന്നവരെ യാത്ര 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 എന്നിങ്ങനെ വിളിച്ചു പറയുന്നുമുണ്ട്. ഖാല ഫഖർ, അപ്പൊ എന്ത് പറയുന്നു? ഇത് പറയുന്നതോടുകൂടി ഫഖറ മാലിക്കുൻ മഹ്ശിയൻ, ഇത് കേട്ടപാടെ മാലിക് റളിയല്ലാഹു തആല ബോധരഹിതനായി വീടുപോയി. ഹൗശവെന്ന് പറഞ്ഞു കൊടുത്തതാണ്. ഇങ്ങനെ ഭൂമി ലോകത്തുനിന്ന്, ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ചൂണ്ടിക്കൊണ്ടുള്ള പറയാ, യാത്ര അയക്കണ്ടോ അയക്കണ്ടോ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. യാത്ര പോയതാണ് എങ്കിൽ ആരവിടെ? മുഹമ്മദ് വാസി തങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ മാലിക് ബിൻ ദീനാർ തങ്ങൾ ബോധരഹിതനായി വീണു എന്നാണ്. ആലോചിച്ച് നോക്കി, ഇതൊരു പാഠം. വഖാല ഫർഖദ് സഞ്ചി റഹ്മഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, സമിഅ്തു മുനാദിയൻ യുനാദി മിൻ ജിഹത്തിസ് സമായി, ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. വയഖൂലു, പറയുന്നു, യാ അശ്ബാഹൽ യഹൂദ്, ജൂതരോട് സാദൃശ്യമായ ആളുകളെ, ജൂതന്മാരോട് സാദൃശ്യമായ ആളുകളെ, ഇന്നൂതീതുല്ലം തഷ്കുറു, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തന്നു, നിങ്ങൾ നന്ദി ചെയ്തിട്ടില്ല.
വൈനുബുത്തിരിയുത്തും ലം തസ്ബിറു, നിങ്ങളെ പരീക്ഷിച്ചാലോ നിങ്ങൾ ക്ഷമിക്കൂല്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അദാലിക്ക, അതോടുകൂടെ തസ്അമൂന, നിങ്ങൾ വാദിക്കുന്നുണ്ട്, അന്നക്കും മിന സ്വാലിഹീന, നിങ്ങൾ സ്വാലിഹപ്പെട്ടവരായിട്ട് വാദിക്കുന്നുമുണ്ട്. എന്നാൽ ഫക്കൂറു, നിങ്ങളെ ഇക്കോളി അലാ ഹദരിൻ മിൻ ശത്വാത്തി റബ്ബിക്കും, നിങ്ങളെ നാഥന്റെ ഭാഗത്ത് ശിക്ഷപാട് വരാനുണ്ട്. ആ ശിക്ഷയെ കുറിച്ചുള്ള പേടി നിങ്ങൾക്ക് വേണേ. ഇതാണ് ആ വിളിച്ചു പറയുന്ന സ്വപ്നത്തിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫർഖദുൽ സഞ്ജി തങ്ങൾ കേട്ടതും. ആലോചിച്ച് നോക്കിയും, ഇത് പാഠം തന്നെയല്ലേ. വഖദ് റഅ ബഅദു അസ്ഹാബി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, മൂപ്പരുടെ ശിഷ്യന്മാരിൽ ചില ആൾക്കാർ കണ്ടുപോയി എന്ത്, അന്നൽ ഖിയാമത ഖദ് ഖാമത്ത്, ഖിയാമത്ത് നാള് അടുത്തു നിന്നു എന്നായി. വനാദൽ മുനാദി, അങ്ങനെ വിളിച്ചു പറയുന്നു, ഐന ഫുലാൻ ബിൻ ഫുലാൻ, ഇന്നാലിന്റെ മകൻ എവിടെയാണ്, ഇങ്ങനെ വിളിച്ചു പറയുന്നു. അങ്ങനെ വസ്വാറന്നാസുന, ജനങ്ങളെല്ലാവരും വിചാരണ അർപ്പിക്കൊണ്ടിരിക്കുകയാണ്. തൊമ്മയദ്ഹബിഹിം ഇരന്നാറ്, പിന്നെ അവരും ഇദ്ഹബിഹിം ഇരന്നാറ്, പിന്നെ അവരെ കൊണ്ടുവരുന്ന നരകത്തിലേക്കാണ്. ഇതാണ് ഒരു വിളിയാളം. തൊമ്മനാദൽ മുനാദി, പിന്നെ വിളിച്ചു വിളിച്ചു, ഐന ഉമർ ബിൻ അബ്ദുൽ അസീസ്, എവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഫഉതിയ ബിഹി, അങ്ങനെ മൂപ്പരെ കൊണ്ടുവരപ്പെടുകയാണ്. ഫഹൂസിബ, പിന്നീട് മൂപ്പര് വിചാരണ നടത്തപ്പെട്ടു. സുമ്മനജ, മൂപ്പര് വിചാരണ കഴിച്ചിലായി. വ ഉമിറ ബിഹി ഇലൽ ജന്ന, പിന്നെ മൂപ്പര് സ്വർഗത്ത് പോകാനും പറഞ്ഞു. അങ്ങനെയുള്ളത് ഖാല, ഇങ്ങനെ ഈ സംഭവം വിവരിക്കുന്ന ആൾ പറയുന്നു, ഫലമ്മ ഖസ്സറ ഹാദിഹി റുഇയ, ഈ കണ്ട സ്വപ്നം ചെന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, അലാ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, കാരണം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ വസലയില കവലി, ആ ചരിത്രം പറഞ്ഞിട്ട് കണ്ട സ്വപ്നം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഐന ഉമറു എന്ന് ചോദിച്ചപ്പോൾ എത്തി. അവിടെ കണ്ട സ്വപ്നമുണ്ടല്ലോ, ആ വാക്ക് പറഞ്ഞ് ഐന ഉമർ, ഉമർ എവിടെ ചോദിച്ചപ്പോ ആ ഒരു വാക്കുകൾ കേട്ടപ്പോ ഹറമാശി, മൂപ്പര് ബോധരഹിതനായി വീട് പോയി എന്നാണ്. നോക്കൂ അവിടേക്ക് ഈമാന്റെ ഗൗരവം. അങ്ങനെ അദ്ദേഹത്തിന്റെ ചെവി നിന്നിട്ട് പോയിട്ട് വിളിച്ചു പറയുന്ന ആളാണ് ഇയാൾ. ഒരു പറയുന്നു, റായിത്തുക്ക വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, കതിന ചൗത്ത, നിങ്ങളെ ഇഷ്ടപ്പെട്ട ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉമറുലായ പോലും അദ്ദേഹം എന്ത് പറയുന്നു ആ കാര്യമൊന്നും ഉമർ റളിയല്ലാഹു ശ്രദ്ധിക്കുന്നില്ല. പാഠം ഉൾക്കൊള്ളുന്ന നമുക്ക് പേടിയിലാണ്. അത് കേട്ടപാട് പേടിയിലായി. ഇത് വേണ്ടേ. ഇത്രയും സ്വപ്ന കഥകൾ യാഥാർത്ഥ്യമായി നിരക്കാൻ വിശദീകരിച്ചു തന്നു. മഹാരഥന്മാരായ ആളുകൾ സ്വപ്നം കേട്ടിട്ട് എന്തായെങ്കിലും പറഞ്ഞു തന്നു. ഈ ചരിത്രം ഒന്ന് പഠിക്ക്, എന്നിട്ട് നീ മനസ്സിലാക്കണം. സഹോദര, നഫ്സക, നിന്റെ സ്വന്തം ശരീരത്തിന് പരിശോധിക്ക്. വേറെ ആരും നീ പരിശോധിക്കണ്ട. നിന്റെ സ്വന്തം ശരീരത്തെ നീ ഒന്ന് പരിശോധന നടത്ത്. അങ്ങനെ വരുമ്പോൾ ആ ശരീരം കൊണ്ട് ഏറ്റവും അറിയുന്നവൻ നിന്നേക്കാൾ മറ്റാരുമില്ല, നീ അറിയുന്നവനാണ്. വലാ തെർക്കനു ഇലാ ഖൗലി ബഅദിഹിം ലക, നിന്നോട് ചില ആൾക്കാർ വന്നിട്ട് പറയും, എന്ത്, റായിത്തുക്കൽ ബാരികത്തുൽ ജന്നത്തി, ഇന്നലെ താങ്കൾ സ്വർഗത്തിലായിരുന്നു, അങ്ങനെ സ്വപ്നം ഞാൻ കണ്ടു. അതൻ ഉദാഹരണം പറയാം. ഇത് വന്ന് പറയുമ്പോൾ അത്തരം ആൾക്കാരുടെ വാക്കിലേക്ക് ഇനി ചായണ്ട. ഇല്ലാ ബഅദ അർളി അഫ്ആലിക വ അഖ്വാലിക വ ഖായിദിക അൽ കിതാബി വ സുന്നത്തി, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാന പ്രകാരം അതിനനുസരിച്ചു കൊണ്ടാണോ നിന്റെ വിശ്വാസം, നിന്റെ വാക്കുകൾ, നിന്റെ കർമ്മങ്ങൾ, ഇതെല്ലാം നീ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അത് തമ്മിൽ തട്ടിച്ചു നോക്ക്. അങ്ങനെ ഉണ്ട് എങ്കിൽ നീ കഴിച്ചില്ല, ഇല്ലെങ്കിൽ ഇല്ല. ഫഅലും ദാലികയാഹി, അക്കാര്യം ശരിക്കും മനസ്സിലാക്കണേ സഹോദര. ഒലാത്തക്കും മറൂറൻ, നീ സ്വപ്നം കണ്ട് ചതിൽ അകപ്പെടരുത്. അപ്പൊ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ സ്വർഗത്തിലത് നടക്കണ്ട. അതിന്റെ പണികൾ എന്താ നോക്കുക, അതിന്റെ പ്രവൃത്തി എന്താ നോക്കുക, ഖുർആൻ സുന്നത്തോട് യോജിച്ചു വന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെ നോക്കി ജീവിതം നന്നാക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.